ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ജൂലൈ മാസ ഫലം. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ജാഗ്രത ആവശ്യമാണ്. അതായത് രാശിയുടെ അധിപൻ്റെ സ്ഥിതി അനുസരിച്ചും രാശിയിൽ സ്ഥിതി ചെയ്യുന്ന രാഹുവിൻ്റെ സ്ഥിതി അനുസരിച്ചുമൊക്കെ അപ്രകാരമാണ് കണക്കാക്കുന്നത്. അതായത് രാശിയിൽ രാഹു സ്ഥിതി ചെയ്യുക എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സൂചകമാണ്. ചെറിയ ചെറിയ അസുഖങ്ങൾ കണ്ടു തുടങ്ങിയാൽ തന്നെ ആരംഭത്തിലെ ചികിത്സ തേടേണ്ടത് വളരെ ശ്രദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് രോഗാവസ്ഥകൾ വന്നുപെടാതെ ദിനചര്യകളിലും ഭക്ഷണ കാര്യത്തിലും കൃത്യനിഷ്ഠ ആവശ്യമാണ്. സ്ഥിരമായി മെഡിസിനൊക്കെ കഴിക്കുന്നവർ അത് മുടക്കുവാൻ പാടില്ല. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. അതായത് അനാവശ്യ കാര്യങ്ങളിലൊന്നും കൂടുതൽ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുമെന്ന് കരുതി പണം ഇറക്കി ചെലവഴിക്കാൻ പറ്റിയ കാലമല്ല. അത് അധിക ദുരിതത്തിലേക്കും നഷ്ടത്തിലേക്കും നീങ്ങുവാനുള്ള സൂചനയുണ്ട്. സുഹൃത്തുക്കളോ സഹോദര സ്ഥാനീയരോ ഒക്കെ സഹായിക്കും. ഏതെങ്കിലും തരത്തിൽ ഒരു ഭൂമി വാങ്ങണം, കടമായിട്ടോ മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ ലഭിച്ചിട്ടോ കുടുംബപരമായിട്ട്, അതായത് സ്വന്തം കുടുംബത്തിൽ നിന്നോ ജീവിത പങ്കാളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഒരു ഭൂമി വന്നു ചേരുവാൻ ഒരു യോഗമുള്ള ഒരു സമയമാണ്. ഉത്തമ ഭൂമി യോഗമാണ് ഈ മാസം ജൂലൈ മാസത്തിൽ കാണുന്നത്. അത് വാഹന ഭാഗ്യവും ഉണ്ട്. അതുപോലെ തന്നെ ഗൃഹം പുതുക്കിപ്പണിയുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചില ഭാഗ്യാവസ്ഥകളുണ്ട്. എന്നാൽ അധിക കടം വന്നു ചേരുന്നതിനാണ് സൂചന കാണുന്നത്. നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലപ്പുറമുള്ള വലിയ കടബാധ്യതകൾ ഏറ്റെടുക്കാതെ ഇരിക്കുകയും അതുപോലെ തന്നെ കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കാതിരിക്കുക, അങ്ങനെയുള്ള കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒക്കെ പിന്നീട് വരാവുന്ന ചില ക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധിവരെ വിട്ടുപോകുന്നതിനും അതിൽ നിന്നൊക്കെ വിമുക്തരാകുന്നതിനും യോഗമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ സൂചകമാണ്. ക്ഷമയും വിട്ടുവീഴ്ചയും കൊണ്ട് അതൊക്കെ മറികടക്കുവാനായിട്ട് സാധിക്കും. കലാകാരന്മാരായിരിക്കുന്നവർക്കും അഭിവൃദ്ധികരമാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു പ്രസിദ്ധി വന്നു ചേരുക, ധനം വന്നു ചേരുക കലാരംഗവുമായി ബന്ധപ്പെട്ട്. അത് കല എന്ന് പറയുമ്പോൾ സ്റ്റേജ് പ്രോഗ്രാമുകളോ സീരിയലോ സിനിമയോ അല്ലെങ്കിൽ മറ്റ് ഇൻസ്ട്രുമെന്റേഷൻ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരോ മാത്രമല്ല, അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്നവരും, ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നവരായാലും, കൂടാതെ ഒരു ആർക്കിടെക്റ്റേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, അത് വാഹനവുമായി ബന്ധപ്പെട്ടോ ഗൃഹവുമായി ബന്ധപ്പെട്ടോ പല രീതിയിലാണ് ഡിസൈനിങ് ചെയ്യുന്നവർ. അത് വസ്ത്രം ഡിസൈനിങ് ചെയ്യുന്നവരുണ്ട്. ഭക്ഷണ കാര്യങ്ങളിൽ പാചകം ഒരു കലയാണ്. അത് വേണ്ട രീതിയിൽ ഒക്കെ ചെയ്ത് സാമ്പത്തിക അഭിവൃദ്ധി നേടുവാൻ, പുതിയ പുതിയ ബന്ധങ്ങൾ വന്നു ചേരുവാൻ ഒക്കെ ഈ കുംഭം രാശിക്കാർക്ക് ജൂലൈ മാസത്തിൽ യോഗമുണ്ട്. തൊഴിലിടത്ത് സഹോദര തുല്യരായിട്ട് നല്ല ആൾക്കാരെയൊക്കെ ലഭിക്കുവാൻ, സഹപ്രവർത്തകരെ ലഭിക്കുവാൻ, മേലധികാരികളെ ലഭിക്കുവാനൊക്കെ നല്ല ഭാഗ്യമുണ്ട്. അവരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുവാൻ, വാക്ക് സഹായങ്ങൾ കൊണ്ടുമൊക്കെ ചില പ്രൊമോഷനുകൾ വന്നു ചേരുകയോ സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരും. അത് സ്വന്തമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കും പുതിയ പുതിയ ഡീലർഷിപ്പ് ഒക്കെ ആരംഭിക്കുന്നതിനും ഒക്കെ വളരെ നല്ലതാണ്. വളരെ ശ്രദ്ധയോടുകൂടി വേണം കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുവാൻ. അത് കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നല്ലതാണ്. കൃഷി എന്ന് പറയുമ്പോൾ ഭക്ഷണ വസ്തുക്കൾ മാത്രം കൃഷി ചെയ്യുന്നവരല്ല, ക്ഷീരോത്പാദനമാകാം, മത്സ്യസമ്പത്താകാം, അങ്ങനെ പോകുന്നു. ആ വലിയ സുഗന്ധ ദ്രവ്യങ്ങളോ നാണ്യവിളകളോ ഒക്കെ കൃഷി ചെയ്യുന്നവർക്ക് കൃഷിയിൽ നിന്ന് ആദായം ലഭിക്കുവാനൊക്കെ യോഗമുണ്ട്. അതുപോലെ വിദേശ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം വന്നു ചേരുവാൻ യോഗമുണ്ട്. വിദേശത്ത് പോകണമെന്ന് തന്നെ ഇല്ല, സ്വന്തക്കാർ മുഖാന്തരം വിദേശത്ത് നിന്ന് കുറച്ച് ധനം അവർ അയച്ചു തരികയോ ഒക്കെ ചെയ്ത് വിദേശ ധനം കൈകാര്യം ചെയ്യുവാൻ ഈ ജൂലൈ മാസത്തിൽ യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളൊക്കെ വന്നു ചേരും. എന്നിരുന്നാലും അലസത വെടിഞ്ഞ് അധിക സമയം പഠനത്തിനായിട്ട് ആവശ്യമാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന കാര്യത്തിൽ അവിടെ ശനി സ്ഥിതി ചെയ്യുകയും പ്രതിഭാസ്ഥാനത്ത് ആഗ്നേയഗ്രഹമായ ആദിത്യൻ സ്ഥിതി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഈ മാസം
പല വിധത്തിലും വിദ്യ അലസത വന്നുപെടാം, എല്ലാം അറിയാം എന്നുള്ള ഒരു തോന്നൽ, ഞാനെന്ന ഭാവം ഒക്കെ വന്നുപെടാതെയൊക്കെ വളരെ ശ്രദ്ധിച്ചാൽ ഉദ്ദേശിച്ച രീതിയിലും ഉയർന്ന രീതിയിലും ഒക്കെയുള്ള സ്കോർ ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോഴൊക്കെ സാധിക്കുന്ന ഒരു നല്ല ഒരു ഭാഗ്യമുള്ള സമയമാണ്. അതുപോലെ തന്നെ മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ, IT മേഖലയിൽ ജോലി ചെയ്യുന്ന ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക് പോലെയുള്ള സ്ഥാപനങ്ങളിൽ, അത് ഇന്ത്യക്ക് വെളിയിലുമൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അഭിവൃദ്ധികരമാണ്. കൂടാതെ മറ്റ് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന സാധാരണക്കാരായ ആൾക്കാർ, തൊഴിലാളികൾ, ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവർ, ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവർ, അങ്ങനെയൊക്കെയുള്ളവർക്ക് അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും വന്നു ചേരുകയും സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുവാനും ഒക്കെ നല്ല ഐശ്വര്യമുള്ള ആഴ്ച. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അത് അനിഷ്ടത്തിൽ 6ാമിടത്ത് നിൽക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. ദൈവാധീനം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് ദാനധർമാദികളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ ദോഷങ്ങൾ ഇല്ലാതാക്കുകയും ദൈവാധീനം വർദ്ധിക്കുന്നതുമാണ്. അത് മുഖാന്തരം അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ താഴെ ഫോൺ നമ്പർ ചേർക്കുന്നുണ്ട്. വിളിച്ച് ചോദിക്കുക, നേരിട്ട് നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ നേരിട്ട് വരുന്നതിനും അവസരമുണ്ട്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.